ഞാൻ വരച്ച ജോമെട്രിക്കൽ പാറ്റേണിന്റെ വരച്ച വിധം വിശദീകരിക്കുന്നു. ചിത്രം 1. ആദ്യം 6 സെമി ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി ആ വൃത്തത്തെ 6 തുല്യഭാഗമാക്കുന്നു. 6 സെമി കൊണ്ടു തന്നെയാണ് ആ വൃത്തത്തെ 6 തുല്യഭാഗമാക്കുന്നത്. ഈ ഭാഗങ്ങളെല്ലാം 1/6 ആണ്. ഓരോ ഭാഗത്തിന്റെ അറ്റത്തിൽ നിന്ന് 6 സെമി ആരത്തിൽ ആർക്കുകൾ അടയാളപ്പെടുത്തുന്നു. അത് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഒരു സ്റ്റാർ രൂപപ്പെടുന്നു. ഈ രൂപം ഒരു സമഭുജ സാമാന്തരികം ആണ്. ഇതിന്റെ കോണളവ് 60 ഡിഗ്രി ആണ്. ഈ സ്റ്റാറിന്റെ ഓരോ മൂലകളിൽ നിന്നും പുറത്തേക്ക് ആർക്കുകൾ അടയാളപ്പെടുത്തുന്നു. ഈ കിട്ടിയ 6 പോയിന്റുകളും നേർരേഖയായി വരച്ച് യോജിപ്പിക്കുമ്പോൾ അവിടെ ഒരു സമഷഡ്ഭുജം രൂപം കൊള്ളുന്നു. ഈ ഷഡ്ഭുജത്തിന്റെ ചുറ്റളവ് 6 × 12 72 സെന്റിമീറ്റർ ആണ്. അതിനുശേഷം ഇതിന്റെ ഓരോ ഭാഗത്തും ഓരോ സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുന്നു. ഇതിൽ 30 വരകൾ ഉണ്ട്. ഇതിന്റെ കോണളവ് 60 ഡിഗ്രിയോ 120 ഡിഗ്രിയോ ആയിരിക്കും. ഇനി അടയാളപ്പെടുത്തിയ പോയിന്റുകൾ യോജിപ്പിക്കുന്നു. ഈ വരകൾ സമാന്തര വരകൾ ആണ്. ഇവിടെ കളറിംഗ് ചെയ്യുമ്പോൾ ആദ്യത്തെ 6 വരകൾ ഒഴിവാക്കി അടുത്ത 12 കളങ്ങൾക്ക് നിറം കൊടുക്കുന്നു. അടുത്ത കളങ്ങളിൽ 18 ആണ്. അടുത്തത് 24, 30, 36 എന്നിങ്ങനെ നിറം കൊടുക്കുന്നു. പിന്നെ അവരോഹണ ക്രമത്തിൽ 5, 4, 3, 2, 1 എന്നിങ്ങനെ എത്തുന്നു. ഇങ്ങനെയാണ് ഞാൻ ആദ്യത്തെ ജോമെട്രിക്കൽ പാറ്റേൺ വരച്ചത്. ചിത്രം 2. 4 സെമി ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. ആ ആരം കൊണ്ട് ആ വൃത്തത്തെ 6 തുല്യഭാഗമാക്കി മാറ്റുന്നു. ഇവിടെ നിന്ന് പുറത്തേക്ക് 4 സെമി ആരത്തിൽ തന്നെ ചാപങ്ങൾ വരയ്ക്കുന്നു. ഇത് യോജിപ്പിക്കുമ്പോൾ സമഭുജ സാമാന്തരികം കിട്ടുന്നു. സാമാന്തരികത്തിന്റെ മൂലകളിൽ നിന്ന് ചാപങ്ങൾ വരച്ച് അത് യോജിപ്പിക്കുമ്പോൾ സമഭുജം കിട്ടുന്നു. സമഭുജത്തിന്റെ നടുവിൽ നിന്നുള്ള പോയിന്റിൽ നിന്ന് വീണ്ടും ആർക്കുകൾ വരയ്ക്കുന്നു. അവിടെ നിന്ന് മൂന്നാമത്തെ ആർക്കും വരയ്ക്കുന്നു. ഇത് യോജിപ്പിച്ചാൽ ഒരു ക്യൂബ് പുറത്ത് കിട്ടുന്നു. ഇതുപോലെ വലത് വശത്തും ചെയ്യുന്നു. മുകളിൽ വരച്ച ക്യൂബിൽ നിന്ന് 8 സെമി വിട്ടതിനു ശേഷം 16 സെമിയിൽ സ്കെയിൽ വെച്ച് 8 സെമി, 4 സെമി എന്നീ അളവുകൾ രേഖപ്പെടുത്തുന്നു. ഇതുതന്നെ മറുവശത്തും ആവർത്തിക്കുന്നു. തുടർന്ന് എല്ലാ വശത്തും ഇതുപോലെ ചെയ്യുന്നു. ഇനി എല്ലാ ക്യൂബിലെയും വശങ്ങൾ 1 സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തുന്നു. ഇവ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ചെറിയ കളങ്ങൾ രൂപപ്പെടുന്നു. ഇവയിൽ കളർ ചെയ്യുമ്പോൾ 4 കളങ്ങൾ നടുവശത്ത് ഒഴിവാക്കുന്നു. ഇതിൽ ആകെ 10 ക്യൂബുകൾ രൂപപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ ജോമെട്രിക്കൽ പാറ്റേൺ വരയ്ക്കുന്നത്. ചിത്രം 3. 1.5 സെന്റിമീറ്റർ ഒരു വൃത്തം വരയ്ക്കുന്നു. ഈ വൃത്തത്തെ അതേ ആരം കൊണ്ട് തുല്യഭാഗമാക്കി മാറ്റുന്നു. ഇനി ഇതിന്റെ മധ്യബിന്ദു കൊണ്ട് 12 വശങ്ങളാക്കി വരയ്ക്കുന്നു. ഇതിന്റെ ഓരോ വശങ്ങളിൽ നിന്നും ആർക്ക് വീശി 12 പുതിയ പോയിന്റുകൾ അടയാളപ്പെടുത്തുന്നു. ഇനി ഇത് ചേർത്ത് വരയ്ക്കുമ്പോൾ സമഭുജ സാമാന്തരികം കിട്ടുന്നു. ഈ പ്രവർത്തനം തുടർന്ന് ചെയ്യുന്നു. ഇങ്ങനെ 3 സമഭുജ സാമാന്തരികം വരയ്ക്കുന്നു. കേന്ദ്രബിന്ദുവിനടുത്തുള്ള പോയിന്റിലൂടെ 3 സെമി നീളത്തിൽ എല്ലാ വശത്തും 12 സമചതുരം വരയ്ക്കുന്നു. ഇനി അതിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നും ചാപങ്ങൾ വരച്ച് അത് യോജിപ്പിക്കുന്നു. അതിനുശേഷം ഇനി വരച്ചതിന്റെ അഗ്രബിന്ദു കണ്ടെത്തുന്നു. ഇനി അതിന്റെ 6 പോയിന്റിലേക്കും വരയ്ക്കുന്നു. ഇത് എല്ലാ വശത്തും വരയ്ക്കണം. ഇവിടെ അടിവശത്ത് 3 വശങ്ങൾ ആക്കി മാറ്റുന്നു. പിന്നെയും പകുതിയാക്കുന്നു.
ബാക്കിയുള്ള ചതുരത്തിലും ഓരോ സെന്റിമീറ്റർ വീതം അടയാളപ്പെടുത്തിയ ശേഷം അവ യോജിപ്പിക്കുന്നു. ബാക്കി വരുന്ന സമഭുജത്തിന്റെ ഉള്ളിൽ ചെറിയ സമചതുരങ്ങൾ വരയ്ക്കുന്നു. ഇങ്ങനെയാണ് മൂന്നാമത്തെ പാറ്റേൺ നിർമ്മിച്ചത്.